എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്ന് നല്ലൊരു ദിവസം തന്ന സർവേശ്വരനോട് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ തുടങ്ങാം. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ സിറ്റ്സേം ക്ലബിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് വിനോദ് സാറ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ മാക്സിമം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമും കൂടി എല്ലാവരും എടുക്കുക. എന്നിരുന്നാലും ഇന്നത്തെ ഒരു സെഷൻ വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും ഒരു പേനയും ബുക്കും കൂടി എടുക്കാനുള്ള ഒരു സമയം കൂടി കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നെ ചിലർക്കെങ്കിലും അറിയാം, എങ്കിലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഗോൾഡൻബെല്ലി. ഞാൻ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ്. നെറ്റ്വർക്ക് ഫീൽഡിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി. വളരെ നല്ല രീതിയിൽ ഓരോ ഞാൻ ചെയ്തിരുന്ന ഓരോ കൺസെപ്റ്റും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണമെന്നും നല്ലൊരു ലൈഫ് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു തണുത്ത ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന. അപ്പൊ അവർക്ക് എല്ലാവർക്കും വളരെ നല്ല അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് വേണ്ട എല്ലാ നോളജും തരുന്നത് നമ്മുടെ എറണാകുളം കുമ്പളങ്ങി സ്വദേശിയായിട്ടുള്ള ഗ്രേറ്റ് ലീഡറും മെന്ററും ട്രെയിനറുമായിട്ടുള്ള വിനോദ് സാർ കുമ്പളങ്ങിയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഒരു 3 കോടി രൂപയിൽ കൂടി വാങ്ങിക്കുകയും നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യും, അവർക്ക് അതുപോലെ തന്നെ നല്ലൊരു ഇൻകം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു വലിയ ഒരു മനുഷ്യ, നല്ലൊരു ഒരു സിസ്റ്റം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സിസ്റ്റത്തിൽ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അദ്ദേഹം നമുക്ക് തരുന്ന നോളജ് ചെറുതല്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശ്രദ്ധ, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ഉണ്ടാവണം. അപ്പൊ എല്ലാവരും മൈക്കൊക്കെ ഓഫ് ചെയ്യുക, വീഡിയോ ഓണാക്കി ഇരിക്കാൻ പറ്റാവുന്ന ഒരു വീഡിയോ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ വിജയത്തിലെത്താൻ സാധിക്കും. അപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള വിനോദ് സാറിനെ വെൽക്കം ചെയ്യുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറേ കേൾക്കാം. ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം, NDOP പ്രോഗ്രാം ആണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ഇനിഷ്യൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് NDO പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യമായിട്ട് നമുക്ക് വാക്സിനേഷൻ ചെയ്യണം. വാക്സിനേഷൻ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ ന്യൂ ബോൺ ബേബി, നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പുതിയ ന്യൂ ബോൺ ബേബിയായ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബിസിനസ് യാതൊരു പരിചയവുമില്ലാതെ ഇറങ്ങി തിരിച്ചാൽ അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്നും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എങ്ങനെ സ്റ്റക്കാവുമെന്നും, ഒരു പുതിയ വ്യക്തി യാതൊരു പരിശീലനവും ഇല്ലാതെ ഒരു കാറുമായി നേരെ ഹൈവേയിലേക്ക് വന്നാൽ അദ്ദേഹം പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസോ നോളജോ ഇല്ലാതെ അദ്ദേഹം വണ്ടി എടുത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും? അത്തരത്തിൽ അതേ സാഹചര്യം തന്നെയാണ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് അദ്ദേഹം ആദ്യമായിട്ട് യാതൊരു എക്സ്പീരിയൻസോ നോളജോ ഇല്ലാതെ ഫീൽഡിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് സംഭവിക്കാം. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഉദ്ദേശിച്ചുള്ള പ്രോഗ്രാമാണ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഓൺലൈനിൽ ഈ പ്രോഗ്രാം ഡിസൈൻ അനുസരിച്ച്
ഇത് ഫിസിക്കൽ പ്രോഗ്രാമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ 2 മണിക്കൂർ നമുക്ക് തിയറിക്ക് വേണ്ടി ഏറ്റവും ആവശ്യമാണ്, 2 മണിക്കൂർ പ്രാക്ടിക്കൽ ആയിട്ട് ആവശ്യമാണ്. അപ്പൊ മൊത്തം 4 മണിക്കൂറുള്ള ഒരു സെക്ഷൻ ആണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു ഫിസിക്കൽ NDOP പ്രോഗ്രാം. പക്ഷെ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ചാലഞ്ചസ് ഉണ്ട്. അതിൽ നമുക്ക് സമയത്തിനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ നമ്മൾ ഓൺലൈൻ NDOPയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ടാണ്. എന്താണ് ഡയറക്റ്റ് സെല്ലിങ്, ഈ മേഖലയ്ക്കുള്ള സാധ്യത എന്താണ്, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ഇന്ത്യൻ പോപ്പുലേഷന്റെ 8 കോടി 80 ലക്ഷം ആളുകൾ മാത്രമേ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കടന്നു വന്നിട്ടുള്ളൂ. 2030 തന്നെ ഈ മേഖലയിലേക്ക് ഇന്ത്യൻ ജനസംഖ്യയുടെ 1% ആളുകൾ, 145 കോടി മഹാത്ഭുതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ 1% ആളുകൾ ഈ മേഖലയിൽ കടന്നു വരുന്നു. നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ സ്ത്രീകളാണ് 44% ഈ മേഖലയിൽ നിൽക്കുന്നതെന്നും 2005-25 കാലഘട്ടങ്ങളിൽ 25,000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രി ആണെന്നും അടുത്ത 2030 കടക്കുന്നതോടുകൂടി ഇന്ന് ഉള്ള ഏകദേശം 8.1 കോടിയുടെ ബില്യൺ ഡോളറിന്റെ വ്യവസായത്തിൽ നിന്ന് 21 കോടിയിലേക്ക് ഇതിന്റെ വളർച്ച ഉണ്ടാകുമെന്നും നിരവധി സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഇൻഡസ്ട്രി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രൊഫൈൽ, ഒരു മാനേജ്മെന്റ്, എത്രത്തോളം ശക്തമായ ഒരു മാനേജ്മെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ മാനേജ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് അനുശാസിക്കുന്ന നിയമപരമായ ഡയറക്ട് സെല്ലിംഗ് റൂൾസ് 2021 100% പാലിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. 2, ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വളരെ യുണീക്കായ പ്രൊഡക്റ്റുകളായിരുന്നോ, യുണീക്ക് പ്രൊഡക്റ്റുകളാണോ, അത് നമ്മൾ മനസ്സിലാക്കണം. 3, ആ കമ്പനിയിൽ അച്ചീവേഴ്സ് ഉണ്ടാക്കുന്നതിന് കമ്പനി കൊടുത്തിട്ടുള്ള കോമ്പൻസേഷൻ പ്ലാൻ അല്ലെങ്കിൽ ഇൻകം പ്ലാന് അത് എത്രത്തോളം മഹത്തരമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. 4, അതിന്റെ പേ ഔട്ട് സിസ്റ്റവും അതുപോലെ തന്നെ ബിസിനസ് സിസ്റ്റവുമാണ്. അപ്പൊ സിസ്റ്റം നോളജും എഡ്യൂക്കേഷനും പ്രോപ്പറായി കൊടുക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ഈ മേഖലയിൽ ഒരു സ്ഥായിയായ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബയോട്ടോറിയം എന്നുള്ള കമ്പനി എന്തുകൊണ്ട് ഈ ബയോട്ടോറിയം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്വപ്നങ്ങളാണെന്നും ആ സ്വപ്നങ്ങളെ എങ്ങനെ നമുക്ക് ലക്ഷ്യങ്ങളാക്കാൻ പറ്റുന്നു, ആ ലക്ഷ്യങ്ങളെ എങ്ങനെ സ്മാർട്ടായ ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ പറ്റുന്നു, സ്വപ്നങ്ങളുള്ളവർക്ക് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ വലിയ ശോഭനമായ ഭാവിയുള്ളതെന്നും സ്വപ്നങ്ങളെ നമ്മൾ എങ്ങനെ സയന്റിഫിക് ആയി കാണണമെന്നും നേടണമെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് നമ്മളുടെ നിലവിലുള്ള രീതികൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും അതിൽ നമ്മുടെ മനോഭാവത്തിന് എന്ത് മാറ്റം വരുത്തണമെന്നും നമ്മുടെ വിശ്വാസങ്ങൾ എങ്ങനെ കൂട്ടിയെടുക്കണമെന്നും നമ്മുടെ ബിലീഫ് സിസ്റ്റം മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആ മേഖലയിൽ ഒരു പ്രതിബദ്ധത ആവശ്യമുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ ബിസിനസിന്റെ കീ ഡ്യൂപ്ലിക്കേഷനുമാണെന്ന് നമ്മൾ ഓൺലൈൻ തിയറിറ്റിക്കൽ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ക്ലാസ്സിൽ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയറി പഠിച്ചാൽ മാത്രം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീന്തൽ പഠിച്ചു തപാൽ വഴി നമ്മൾ നീന്തൽ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് നല്ല നീന്തൽക്കാരനാവാൻ പറ്റില്ല. നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങണം, വെള്ളത്തിലേക്ക് ചാടണം. എന്ന് പറയുന്ന പോലെ ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല, മറിച്ച് ഇത് ഫീൽഡിൽ പോയി ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ ഫീൽഡിൽ എങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫീൽഡിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോണ കാര്യം. ഈ ഇൻഡസ്ട്രിയുടെ പ്രാക്ടിക്കൽ സൈഡ് എന്താണ്, പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ഈ ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പലപ്പോഴും ഈ ബയോട്ടോറിയത്തിൽ നമ്മൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ സക്സസ് ആവണമെന്നില്ല, മറിച്ച് നമ്മളിൽ ഈ ബയോട്ടോറിയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഏത് മേഖലയിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ മേഖലയിൽ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളില്, നിങ്ങളുടെ ചിന്തകളില്, നിങ്ങളുടെ മനസ്സില്, നിങ്ങളുടെ ആക്ഷൻസിലൊക്കെ നിങ്ങൾ ഈ ബയോട്ടോറിയം ഉണ്ടാവണം.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബാറ്ററിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് റാങ്കുകളിൽ ഒന്നായ ബ്ലാക്ക് ഡോയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, സ്വപ്നം കാണണം. നിങ്ങൾ കുടിക്കുന്നത് ഈ ബയോട്ടോറി ആയിരിക്കണം, നിങ്ങൾ കഴിക്കുന്നത് ഈ ബയോട്ടോറി ആയിരിക്കണം, നിങ്ങൾ ഉറങ്ങുന്നത് ഈ ബയോട്ടോറി ആയിരിക്കണം. കാരണം ഈ ബയോട്ടോറിയം നിങ്ങളുടെ ചിന്തകളിലും ഈ ബയോട്ടോറിയം നിങ്ങളുടെ മൈൻഡിലും ഈ ബയോട്ടോറിയം നിങ്ങളുടെ സ്വപ്നങ്ങളിലും ഈ ബയോട്ടോറിയം നിങ്ങളുടെ പ്രവർത്തികളിലും ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ബയോട്ടോറിയത്തിൽ ഒരു അച്ചീവർ ആയിട്ട് മാറാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 4 ബേസിക് സ്റ്റെപ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഏത് ഡയറക്ഷൻ മേഖലയുടെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ ബിസിനസ് ബിൽഡിങ്ങിലെ പ്രധാനമായും 4 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസ്റ്റ് മേക്കിംഗ് ആൻഡ് സെലക്ഷൻ. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ വളരെ മനോഹരമായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പ്രോപ്പറായി ഈ ബിസിനസ്സിന് അനുയോജ്യമായ വ്യക്തികളെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. 2 ടൈപ്പ് ലിസ്റ്റ് ആണ് ഈ മേഖലയിൽ വിജയിക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. ഒന്നാമത്തെ ലിസ്റ്റിന് നമ്മൾ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് അഥവാ ഡ്രീം ലിസ്റ്റ് എന്ന് പറയുമെങ്കിൽ, രണ്ടാമത്തെ ലിസ്റ്റ് ആ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കാനുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളുടെ കോണ്ടാക്ട്സിന്റെ ലിസ്റ്റ് ആണ് നെയിം ലിസ്റ്റ്. അപ്പൊ 2 ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കണം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദിസ് ബിസിനസ് ഈസ് ലിസ്റ്റ് മേക്കിംഗ് സെലക്ഷൻ ആണ്. അപ്പൊ നല്ല മനോഹരമായ നമ്മുടെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, നമ്മളത് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ കോണ്ടാക്ട്സിന്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട ജോലി. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് കോണ്ടാക്ടിങ് ആൻഡ് ഇൻവൈറ്റിംഗ്. സ്വന്തമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരുന്ന ഒരു ന്യൂ ബോൺ ബേബിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം പരിശീലിക്കേണ്ടത് ഈ മേഖലയിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കാനാണ്. അപ്പൊ ഇൻവിറ്റേഷൻ ടെക്നിക്കുകള്, ഇൻവിറ്റേഷൻ സ്ക്രിപ്റ്റുകള് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പലപ്പോഴും ഇൻവിറ്റേഷൻസിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാനും പ്രോസ്പെക്ട് ചെയ്യാനും പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇൻവിറ്റേഷൻ വ്യത്യസ്തമാണ് ഓരോ ആളുകൾ അനുസരിച്ച്. ഉദാഹരണമായി നമ്മൾ ഒരു വീട്ടമ്മയെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ നമ്മുടെ ഒരു കൊളീഗിനെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ, നമ്മുടെ ഒരു ഓഫീസിലുള്ള ഒരാളെ, ഏറ്റവും അടുത്ത ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അതായിരിക്കില്ല ഒരു പ്രൊഫഷണൽ ആയ വ്യക്തി ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ ഇൻവിറ്റേഷൻ സ്ക്രിപ്റ്റുകള് ആളനുസരിച്ച് സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനെ പ്രോപ്പറായി നമ്മൾ എങ്ങനെ സയന്റിഫിക് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും ചെയ്യാമെന്ന് പരിശീലിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗം കഴിയും. നമ്മൾ ആദ്യമായിട്ട് നെറ്റ്വർക്കർ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡയറക്ട് സെല്ലിങ്ങിന്റെ കോണ്ടാക്ടിങ്, ഇൻവൈറ്റിംഗ് ആണ്. മൂന്നാമത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത മറ്റൊരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ കീ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡെമോ ചെയ്യാനുള്ള മനസ്സിലാക്കും. ഒരു ഡെമോയിലൂടെയാണ് നമുക്ക് ആ പ്രൊഡക്റ്റും അതിന്റെ എനർജിയും ആളുകൾക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഡെമോ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം, പ്ലാൻ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് മൂന്നാമത്. ഈ ബിസിനസ് ഡയറക്ട് സെല്ലിംഗില് പ്ലാൻ പറയാൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വരുമാനം അയാളുടെ കൺട്രോളിലാണ്. തുടക്കത്തിൽ ഒരു വ്യക്തി അപ്ലൈന്റെ ഹെൽപ്പോട് കൂടിയാണ് പ്ലാൻ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് സ്വയം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും. അതോടുകൂടി നമ്മുടെ വരുമാനം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നാലാമതാണ് ഫോളോ അപ്പ് ചെയ്യുക, സെയില് ക്ലോസ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്യാനും ബിസിനസിന്റെ സെയില് ക്ലോസ് ചെയ്യാനും നമ്മൾ പഠിക്കണം. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാനും സെയില് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഫോളോ അപ്പ്, എങ്ങനെയാണ് നമ്മൾ സെയില് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഈ 4 കാര്യങ്ങളാണ് ഈ ബയോട്ടോറിയത്തിലെ ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ വേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയും. ഈ ഡ്രീം ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും? നിങ്ങളുടെ സ്കൂട്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡ്രീം ലിസ്റ്റിൽ നിങ്ങളുടെ സ്വപ്നങ്ങളാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു 2 വീലർ ആവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടാബ്ലറ്റുകളോ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം കാറുകളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഹൗസ് ആവാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇന്ത്യയിലെ താജ്മഹലും കാശ്മീരും ഒക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ വിദേശത്തും നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുള്ള അവസരമുണ്ട്. കാരണം നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ആണ്. അപ്പൊ വേൾഡ് ടൂർ വിത്ത് യുവർ ഫാമിലി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങുകളും ബാങ്ക് ബാലൻസും ചിൽഡ്രൻസിന്റെ മാരേജും അതുപോലെ തന്നെ പ്രോപ്പർട്ടികളും ജ്വല്ലറികളൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ മേക്ക് എ ബ്യൂട്ടിഫുൾ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീം. അതിനെയാണ് നിങ്ങളുടെ ഡ്രീം ലിസ്റ്റ്. നിങ്ങളുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ഈ ബിസിനസ്സിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും.
രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നെയിം ലിസ്റ്റ് ആണ്. എന്താ നെയിം ലിസ്റ്റ്? നമ്മളെ ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ മേഖലയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ്. അപ്പൊ ആ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ ആവശ്യമാണ്. ഇവിടെ ആരെ വെച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? മനുഷ്യരെ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യരെ വെച്ച് ബിസിനസ് ചെയ്യുമ്പോ ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്. ഈ 145 കോടി ജനങ്ങൾ 28 സംസ്ഥാനങ്ങളിലും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഏതൊരു ഇന്ത്യൻ സിറ്റീസിനെയും നമുക്ക് ഈ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും. 200 പേരിൽ കുറയാത്ത ഒരാളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോ, ഏറ്റവും വലിയ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കും. ഇനി ഒരിക്കലും ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലുണ്ടാക്കരുത്. കാരണം ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മനസ്സിലുണ്ടാക്കിയാൽ നമുക്ക് 5-10 പേരുടെ ലിസ്റ്റ് മാത്രമേ നമുക്ക് മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ ആ മനസ്സിലുള്ള ആ കുറച്ച് വ്യക്തികളുടെ ലിസ്റ്റിലായിരിക്കും. മേ ബി നമ്മളുടെ ഇനിഷ്യൽ അപ്രോച്ചസ് ഫെയിൽഡ് ആയാൽ നമ്മുടെ കോൺഫിഡൻസ് കുറയും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. സോ അൺകണ്ടീഷണൽ ആയിട്ട് യാതൊരു മുൻവിധിയും ഇല്ലാതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സുകളും മൊബൈൽ ഫോൺ കോണ്ടാക്ട്സുകളും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ വളരെ മനോഹരമായ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ലിസ്റ്റ് ഇല്ലാതെ ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ ലിസ്റ്റിലുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. യു എലക്ട് ആൻഡ് സെലക്ട് 20 ഔട്ട് ഓഫ് 200. 200 പേരിൽ നിന്ന് 20 പേരെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വേർതിരിച്ചെടുക്കണം. ആ ആളുകളുടെ വന്ന വ്യക്തികളുടെ പ്രൊഫൈല് പരിശോധിച്ചുകൊണ്ട്, അവരുടെ ക്വാളിറ്റി പരിശോധിച്ചുകൊണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റണം. എ കാറ്റഗറി ABC ഫോർമുല നമ്മൾ പറയുന്നത്. എ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ യു. നിങ്ങളെക്കാളും മെച്ചപ്പെട്ട ആളുകള് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ വരണം. ഏത് മേഖലയിലും നമ്മളെക്കാൾ മെച്ചപ്പെട്ട ആളുകൾ വരുമ്പോഴാണ് ആ മേഖല നന്നായി വളരുക. ബി കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ ഈക്വൽ ടു. നിങ്ങള് അതേ ലെവൽ ഓഫ് തിങ്കിങ്, അതേ ലെവൽ ഓഫ് നോളജ്, അതേ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട്, ചുറ്റുപാടുകള് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അതാണ് പീപ്പിൾ ഹു ആർ ഈക്വൽ ടു യു. സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ബിലോ യു. നിങ്ങളുടെ കാലം താഴെയുള്ള ആളുകള് ആണ് മൂന്നാമത്തെ കാറ്റഗറി. പലപ്പോഴും ആളുകൾ പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മളുടെ താഴെയുള്ള ആളുകളെ, നമ്മളെക്കാളും കുറഞ്ഞ ചുറ്റുപാടുള്ള, നമ്മളെ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആളുകളും അപ്രോച്ച് ചെയ്യലാണ്. പക്ഷെ ഒരു റിയൽ സ്ട്രോങ് നെറ്റ്വർക്ക് ക്രിയേഷന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെക്കാളും മെച്ചപ്പെട്ട ആളുകളിലേക്ക് ബിസിനസ് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഈ സെലക്ഷൻ ടെക്നിക്കിൽ രണ്ടാമത്തെ ടെക്നിക്കിനെയാണ് നമ്മൾ പറയുന്നത് ഹോട്ട് വാം കോൾഡ് കോണ്ടാക്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഹോട്ട് കോണ്ടാക്ട്സ് എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കൊളീഗ്സ് ഉണ്ടാവും. ഒരാവശ്യം വന്നാൽ ഒരു ഫോൺ എടുത്ത് നിങ്ങളുടെ ഒരൊറ്റ കോളിൽ നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞെത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്, നിങ്ങളുടെ കൊളീഗ്സിനെയാണ് നിങ്ങളുടെ ഹോട്ട് കോണ്ടാക്ട്സിൽ പറയുക. രണ്ടാമത്തെ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് വാം കോണ്ടാക്ട്സ് ആണ്. എന്താ വാം കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ? മറ്റുള്ള ആളുകളിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ആളുകള്, നിങ്ങൾക്ക് നേരിട്ട് അത്രയും ബന്ധം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഫെമിലിയർ ആണ്, അത്തരത്തിലുള്ള കോണ്ടാക്റ്റുകളാണ് വാം കോണ്ടാക്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് കോണ്ടാക്ട്. ഇന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത നിരവധി വ്യക്തികളെ നിങ്ങളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങളുടെ പരിചയമുള്ള ആളുകളുടെ പല സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ആ കോണ്ടാക്ട്സിനെയാണ് കോൾഡ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് നേരിട്ട് നമുക്ക് കോൾഡ് കോണ്ടാക്ട്സിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ഈ ബിസിനസ്സിലെ അച്ചീവേഴ്സ് എല്ലാം കിടക്കുന്നത് നിങ്ങളുടെ കോൾഡ് കോണ്ടാക്റ്റിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് കോൾഡ് കോണ്ടാക്റ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള സിസ്റ്റം പറയുന്നത്, നിങ്ങൾ ആദ്യം പ്രോസ്പെക്ട് ചെയ്യേണ്ടത് ഹോട്ട് കോണ്ടാക്റ്റിലാണെങ്കിൽ രണ്ടാമത് പ്രോസ്പെക്ട് ചെയ്യേണ്ടത് വാം കോണ്ടാക്റ്റിലും, അതിലൂടെ കോൾഡ് കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾ കിടക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ആളുകളെ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തതാണ് കോണ്ടാക്ടിങ് ആൻഡ് ഇൻവൈറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മേഖലയിൽ വിജയിക്കുന്ന ആളുകൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഇനിഷ്യൽ സ്കില്ലാണ് കോണ്ടാക്ടിങ് ആൻഡ് ഇൻവൈറ്റിംഗ്. ആൾക്കാരെ വിളിക്കുക. ഇന്നലെ വരെ സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ടോൺ എന്തായിരിക്കണം?
നമ്മുടെ എനർജി ലെവൽസ് എന്തായിരിക്കണം, നമ്മുടെ കോൺഫിഡൻസ് എന്തായിരിക്കണം, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്? പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കണക്ഷൻസിലുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവരുമായി കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടിങ് ചെയ്യുമ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേക്ക് ഇറ്റ് ഷോർട്ട്, അതായത് കീപ് ഇറ്റ് സിമ്പിൾ, സ്റ്റുപ്പിഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റബിൾ. ഏറ്റവും സാധാരണക്കാരൻ ചെയ്യാൻ പറ്റുന്ന വളരെ 1-2 മിനിറ്റ്സിൽ ഒതുങ്ങുന്ന ഒരു ലെങ്തി കൺവേർഷൻ ആയിരിക്കും. ഏറ്റവും ഷോർട്ടായിട്ട് മിനിമം 1-2 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നിങ്ങളുടെ ഇൻവിറ്റേഷൻ. ആ ഇൻവിറ്റേഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് അത് നിങ്ങൾ ശ്രവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഏതോ ഒരു കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് ജനിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻവിറ്റേഷൻ ചെയ്യാൻ എന്നതാണ്. ഇൻവിറ്റേഷൻ ആണ് നമ്മൾ ഈ മേഖലയിൽ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ശബ്ദം പ്രധാനമാണ്, നിങ്ങളുടെ പോസ്ചർ പ്രധാനമാണ്, നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ നല്ലൊരു ഇൻവൈറ്റർ ആവാൻ. നിങ്ങളുടെ ഇൻവിറ്റേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തി, അല്ലെ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർക്ക് ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും ജനറേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നിങ്ങളൊരു വ്യക്തിയെ അത് ഒരു സൂം പ്രോഗ്രാമിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു VOP പ്രോഗ്രാമിലായിക്കോട്ടെ, ഒരു 1-to-1 സ്ട്രെച്ചിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഒരു ഹോം മീറ്റിങ്ങിന് വേണ്ടി ആയിക്കോട്ടെ, ഈവൻ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റിന് ഡെമോയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ, അയാളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ വിളിക്കുമ്പോ അയാളുടെ ഉള്ളിൽ എന്തിനായിരിക്കണം ഇയാൾ എന്നെ വിളിച്ചത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന തലത്തിലായിരിക്കണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അല്ലേ? നമ്മുടെ ഇൻവിറ്റേഷന്റെ യഥാർത്ഥപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിൽ പല ആളുകൾക്കും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയില്ല, ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പൊ ഈ പ്രൊജക്റ്റിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഉള്ള യാതൊരു അറിവില്ലാത്ത ആളുകളെ ഈ പ്രൊജക്റ്റിലേക്കും പ്രൊഡക്റ്റിലേക്കും നമ്മൾ കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം വളരെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഇൻവിറ്റേഷൻ. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ വിളിക്കാൻ പഠിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളത്തിൽ ചാടണം. ആദ്യമായി വെള്ളത്തിൽ ചാടുന്ന സമയത്ത് കുറച്ച് കവിള് വെള്ളം നമ്മുടെ ഉള്ളിൽ പോകും, അത് സ്വാഭാവികമാണ്. ആദ്യമായി നമ്മൾ സൈക്കിൾ ചവിട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബാലൻസ് തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. ആദ്യമായി 2 വീലറും കാറും ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ആവും എന്ന് പറയുന്നത് പോലെ ഇമിറ്റേഷനും പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. അതിന്റെ ഒരു ആ ഇമിറ്റേഷന്റെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇൻവിറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ കമ്പനിയുടെ പേരോ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസോ പ്രൊഡക്റ്റുകളെ കുറിച്ചോ പ്രൊജക്ടിന്റെ പ്ലാനുകളെ കുറിച്ചോ ഇൻവിറ്റേഷനിൽ ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യരുത്. കാരണം നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻവിറ്റേഷൻ സമയത്ത് നിങ്ങൾ ചെയ്താൽ അവർ അതിൽ കണക്ട് ചെയ്ത് നിങ്ങളോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ അവയർനെസ് നോളജ് എടുക്കാത്ത വ്യക്തിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും മറുപടി കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇൻവിറ്റേഷൻ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് ഫോണിലൂടെ ചെയ്യുകയും മിനിമം 1-2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും അൺനെസസറി ആയി കമ്പനിയോ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചോ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാതെ അവരുടെ മനസ്സിന്റെ ഉള്ളില് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ചോയ്സ്, അത് ശനിയാഴ്ചയാണ് അവരുടെ സൗകര്യം അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് അവരുടെ സൗകര്യം, അവർക്ക് ചോയ്സ് കൊടുത്തുകൊണ്ട് ആണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. മാക്സിമം ഒരു 48 മണിക്കൂറിന് മുമ്പ് അയാളെ ഒരാഴ്ച മുന്നേ നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ ആ ഇൻവിറ്റേഷൻ എഫക്റ്റീവ് ആവില്ല. നിങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന BOP പ്രോഗ്രാം നടക്കുന്നത് നാളെയോ മറ്റന്നാളാണെങ്കിൽ നിങ്ങൾക്ക് 24-48 മണിക്കൂറിനോ മുമ്പ് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്താൽ ആ ഇൻവിറ്റേഷനെ കൺഫേം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൺഫർമേഷൻ കോൾ ചെയ്താൽ അദ്ദേഹത്തിന് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്.
ടൂൾസ് മീറ്റിംഗിലേക്ക് അവരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ കമ്പനിയുടെ വീക്ക്ലി മീറ്റിങ്ങുകളോ സെമിനാർസുകളോ സൂം മീറ്റിങ്ങുകളിലോ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാവാം. എന്തോ ആയിക്കോട്ടെ, രണ്ട് രീതിയിൽ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്നാമത്തത് നേരിട്ടുള്ള ഇൻവിറ്റേഷൻ ആണെങ്കിൽ, രണ്ടാമത്തത് ഡിജിറ്റൽ ഇൻവിറ്റേഷൻ ആണ്. ഒരു മീറ്റിംഗ് ഐ ഡി ഷെയർ ചെയ്തുകൊണ്ട് ആ മീറ്റിംഗ് ഐ ഡിയിൽ കയറി ഒരു ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സൂമിന്റെ ലിങ്ക് ഓപ്പൺ ആവുകയും അവർക്ക് ഈ പ്രൊജക്ട് ഡിജിറ്റൽ ആയിട്ട് അവർ വീട്ടിലിരുന്ന് പോലും കേൾക്കാനുള്ള സൗകര്യവും ടെക്നോളജിയും ഇന്ന് അപ്ഡേറ്റഡ് ആണ്. സോ ഇൻവിറ്റേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫേസ് ടു ഫേസ് ആൻഡ് ഡിജിറ്റൽ. ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്താണ് ഷോ ദ പ്ലാൻ, ഷോ ദ ഡെമോ. ഡെമോ കാണിക്കാൻ അറിയണം, പ്ലാൻ പ്രസന്റ് ചെയ്യാൻ അറിയണം. ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡെമോ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വാട്ടർ എനർജി പാഡും അതുപോലെ തന്നെ ഒരു റിസ്റ്റ് ബാൻഡും നിയോബയോ മാഗ്നറ്റ്സും നമ്മുടെ പ്രധാനപ്പെട്ട ഡെമോ കിറ്റിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഡെമോ ചെയ്യാൻ നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഡെമോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മൾ ധരിച്ചിട്ടുണ്ടാവും, അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങൾ ഓൾറെഡി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കണം. അതുപോലെ പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ആളുകളോട് ഫയർ ചെയ്യേണ്ടത്, ഇന്ന് ഏറ്റവും സിമ്പിൾ ആയ ലെവലിലുള്ള പ്ലാനാണ് ഈ വൈറ്റർ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഒരാളോട് പറയാൻ വളരെ എളുപ്പമായിട്ടുള്ള ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പ്ലാനാണ്. അപ്പൊ പ്ലാൻ പറയാൻ നമ്മൾ അടിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ടൂൾ കിറ്റുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഒരു മെയ്സനെ സംബന്ധിച്ചിടത്തോളം ആ മെയ്സൺ അദ്ദേഹത്തിന്റെ പണിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യില് മിനിമം ഒരു കൊലശ്ശേരിയും തേപ്പ് കട്ടയും ഒരു ലെവല് നോക്കുന്ന ഒരു സംഭവവും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ആ ടൂൾസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കാര്യമില്ല. ഒരു കാർപ്പൻറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉളിയും ചിറ്റിയും അതിനെ പോളിഷ് ചെയ്യുന്ന സാധനങ്ങളും അത്തരത്തിലുള്ള പല ടൂൾസുകളും അദ്ദേഹത്തിന് ആവശ്യമാണ്. ഒരു ഡയറക്ട് സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡിജിറ്റൽ ടൂൾസുകളും ആവശ്യമാണ്. അത് അദ്ദേഹത്തിന്റെ ആ മൊബൈൽ എപ്പോഴും അപ്രോച്ചബിൾ ആയിരിക്കണം. രണ്ട് ഫിസിക്കൽ ടൂൾസ് ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യില് നമുക്കൊരു ഡെമോ കിറ്റ് ആവശ്യമാണ്. ആ ഡെമോ കിറ്റും ബ്രോഷറുകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ഷോ ദ പ്ലാൻ. എന്താണ് ഷോ ദ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മറ്റൊരു വ്യക്തിയോട് ഈ ബിസിനസ് ഷോ ചെയ്യുക, മറ്റൊരു വ്യക്തിയോട് സ്വപ്നങ്ങൾ ഷോ ചെയ്യുക, മറ്റുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളേക്കുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. ഇതാണ് ഷോ ദ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്പ് പ്ലാനുകൾ ഉണ്ട്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 1-to-1 പ്ലാൻ ആണ്. രണ്ടാമത്തെ പ്ലാൻ ഗ്രൂപ്പ് മീറ്റിംഗ് അല്ലെങ്കിൽ ഹോം മീറ്റിങ്ങുകളിലൂടെ പ്രോഗ്രാം കൊടുക്കുന്ന പ്ലാനാണ്. മൂന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് വെന്യൂ പ്ലാൻ അല്ലെങ്കിൽ സെമിനാർസിലേക്കുള്ള പ്ലാനാണ്. അപ്പൊ 3 രീതിയിൽ നമുക്ക് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റോ എത്തിക്കാം. 1-to-1-ലൂടെ, ഹോം മീറ്റിംഗിലൂടെ, നിങ്ങളുടെ വീക്കിലി മീറ്റിംഗ് സെന്ററുകളിലൂടെ നിങ്ങൾക്ക് ഈ പ്ലാന് ആളുകളിലേക്കും എത്തിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ സമയത്ത് നമുക്ക് വേണ്ട ഒരു 5 ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത്, പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് എന്ത് വേണം? പുഞ്ചിരി വേണം. കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺ ഈസ് എ സ്മൈൽ. 2 വ്യക്തികളുടെ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് പുഞ്ചിരിയാണ്. അതുകൊണ്ട് 2 വ്യക്തികൾക്ക് മുമ്പിൽ നമ്മൾ ആദ്യമായി പരിശീലിക്കേണ്ടതാണ് പുഞ്ചിരിക്കാൻ പഠിക്കണം എന്നുള്ളത്. സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങളുടെ ശരീരഭാഷയിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് അറിയാൻ പറ്റും. നിങ്ങളുടെ എനർജിയും സംസാരിക്കുന്നതിന് ക്ലാരിറ്റിയും ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്യൂർലി ടെക്നിക്കലായ കാര്യങ്ങൾ സംസാരിക്കാതെ സ്റ്റോറീസുമായിട്ട്, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം പല കാര്യങ്ങളും കഥകളിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തി തന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളതെന്ന പോലെ മറ്റുള്ള ആളുകളെക്ക് വളരെയധികം ഐ കാച്ചിങ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റോറീസും റിസൾട്ടുകളും ഒക്കെ ചേർത്തിട്ട് വേണം ആ പ്ലാനിനെ നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ. അതുപോലെ തന്നെ പലപ്പോഴും ഈ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഫീച്ചേഴ്സിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ഇന്ന പ്രോഡക്റ്റിന് ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപയോഗി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നും കൂടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റും പ്ലാൻ പ്രസന്റേഷനും മോസ്റ്റ് എഫക്റ്റീവ് ആവും. ഇതാണ് 5 ഗോൾഡൻ റൂൾസ് ആണ്. ഈ ടൂൾസ് വേണം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസ് ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ ഈ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ നമുക്ക് സെറ്റ് ചെയ്താൽ അറിയാൻ പറ്റും.
പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വിലകളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അത് മൊബൈലിലോ അല്ലെങ്കിൽ ഫിസിക്കലോ ആയിട്ട് നമ്മുടെ കയ്യിൽ അതിന്റെ പ്രിന്റ് ഔട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ നോക്കാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പറ്റും. ഒരാളോട് പ്ലാൻ പറയുമ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് തരുമോ, ഒരു പേന തരുമോ എന്ന് നമ്മൾ ചോദിക്കരുത്. ദാറ്റ് ഈസ് അൺപ്രൊഫഷണൽ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു നിർബന്ധമായും ഒരു സ്ക്രിബ്ലിംഗ് പാഡും ഒരു പേനയും നമ്മൾ കരുതണം. നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡെമോ കിറ്റ് എപ്പോഴും റെഡി ആയിരിക്കണം. കാരണം ഒരു ബയോമാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡും അതുപോലെ തന്നെ ഒരു ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡും നിയോഡൈമിയം മാഗ്നറ്റ്സുകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഒരു ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിന്റെ ഒരു ഡെമോക്ക് വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകളും അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസുകളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്ത് ഒരു ഫോൾഡർ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിടപ്പുണ്ടാവും. ഒരു കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഒരുപാട് സമയം അതിന് തിരയാൻ വേണ്ടി പോകുമ്പോൾ വാല്യൂ ആയിട്ടുള്ള ആ ടൈം നമുക്ക് നഷ്ടപ്പെടുകയും ഒറ്റ ക്ലിക്കിൽ നമുക്ക് പെട്ടെന്ന് മറ്റൊരാൾക്ക് ഷെയർ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ടുണ്ടാവണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെഡിക്കൽ റെപ്പുകൾ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന കാണുന്നുണ്ടാവും. വളരെ ചെറിയ സെക്കൻഡ്സുകളാണ് ഒരു മെഡിക്കൽ റെപ്പിന് അദ്ദേഹത്തിന്റെ മരുന്ന് മെഡിസിൻസ് ഡോക്ടർക്ക് പിച്ച് ചെയ്യാൻ കിട്ടുന്ന സമയം. ആ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മെഡിസിൻസ് ആ ഡോക്ടറെ ഇംപ്രസ് ചെയ്ത് പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബാഗില് അദ്ദേഹം ഡോക്ടറിന് വേണ്ടി കൈകാര്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ ചെല്ലുന്ന സമയത്ത് എടുക്കുക, അത് കൃത്യമായി കൊടുക്കാനും ഡെലിവറി ചെയ്യാനും ആ ഷോർട്ട് സ്പാനിൽ പുറത്തിറങ്ങാനും പറ്റണം. ഇമ്പൾസ് സ്വിച്ചിങ് ആണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ നമ്മുടെ ടൂൾസുകൾ എപ്പോഴും റെഡി ആയിരിക്കണം. കമ്പനിയുടെ വീഡിയോസും PPTസും ടെസ്റ്റിമോണിയൽ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയാൽ നിങ്ങൾ ടൂൾസിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആവും എന്നുള്ളതാണ്. ഇനി പോകുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രോപ്പർ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മൾക്ക് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ തൊട്ടടുത്ത് വീട്ടിലാവാൻ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ അടുത്താവാൻ പോവാം. നിങ്ങൾ ബെർമുടയും വള്ളിച്ചേരിപ്പും ഇട്ടുകൊണ്ട് പോകരുത്. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരിക്കുന്ന നൈറ്റി ഒക്കെ ഇട്ടുണ്ട് അടുത്തടുത്ത് പോയിട്ട് ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോരുത്. നമ്മുടെ പ്രൊഫഷന് ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അത് പുതിയതാവണം നിർബന്ധമില്ല, മറിച്ച് വൃത്തിയായി അലക്കി തേച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യാൻ. നമ്മള് മുടിയും വെട്ടാതെ നഖവും വെട്ടാതെ പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ ഒരു ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ വളരെ കെയർലെസ് ആയിട്ടും മനസ്സുമായിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് നമ്മളെ കുറിച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ ഇതിനൊന്നും സമയമില്ലാത്തൊരു വ്യക്തിയാണ്, ഇവനോടൊപ്പം ഈ ബിസിനസ് അയാൾക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ ഇവനോടൊപ്പം ഞാൻ ബിസിനസ് ചെയ്താൽ എനിക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ വിൽ ജോയിൻ വിത്ത് സംഭവങ്ങൾ. വേറെ ആരെങ്കിലും ഈ പ്രൊജക്ടുകൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എടുത്ത ഒരാൾ ചിലപ്പോൾ ഈ ബിസിനസ് നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. സോ മെയിൻറ്റെയിൻ യുവർ ഡ്രസ് കോഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നൈറ്റി വിട്ടിട്ട് പോകാൻ നിൽക്കരുത്. വള്ളിച്ചെരുപ്പോ ബെർമുടയോ ടീഷർട്ടോ ഇട്ടുകൊണ്ട് നമ്മൾ വളരെ അലസമായി പോകാൻ പറ്റരുത്. മെയിൻറ്റെയിൻ യുവർ പ്രോപ്പർ ഡ്രസ് കോഡ്. നിങ്ങളുടെ ഹെയർ കട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസ്, ലുക്ക് ഒക്കെ വളരെ ഇതാണ്. ഈ ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസ് 4ാമത്തെ പാർട്ടാണ്. ഫോളോ അപ്പ് ചെയ്യുക, സെയിൽ ക്ലോസ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ്. നമ്മൾ ഈ പ്രൊജക്റ്റോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ആളുകളിലേക്ക് സംസാരിച്ചു കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാവുന്ന സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് അവരിൽ വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ്സിന് അനുകൂലമായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസിനോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ആവുന്നതിനുമായിട്ടുള്ള ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഈ ഫോളോ അപ്പ് എഫക്റ്റീവായി സെയിൽ ക്ലോസിംഗിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുമായി ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാവണം, ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള വിയർ അബൌട്ട്സ്, അദ്ദേഹം എവിടെ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിന്റെ വെഹിക്കിൾ സ്റ്റാറ്റസ് എന്താണ്, അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, വാടക വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ, അദ്ദേഹത്തിന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്താണ്, അദ്ദേഹത്തിന്റെ നീഡ്സ് ആൻഡ് ഡ്രീംസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ മുൻകൂട്ടി ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിനോട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അയാളുടെ മനസ്സിലുള്ള ആകുലതകളെയോ അതിനെ നമ്മൾ ഒബ്ജക്ഷൻസ് എന്ന് പറയുന്നത് കൺസേൺസിനെ നമ്മൾ അഡ്രസ് ചെയ്യുകയും
അതിനുള്ള പരിഹാരമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റിക് തെറാപ്പിയും വെൽനസ് സപ്ലിമെന്റ്സും ഇബാട്ടോറിയം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അദ്ദേഹത്തിനെ ഈ ബിസിനസ്സിലേക്ക് ക്ലോസ് ചെയ്യാനും ഈ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ് ഫോളോ അപ്പ് ഷെഡ്യൂൾ? ഫോളോ അപ്പ് ആണ് ഈ ബിസിനസിന്റെ കീ. നിങ്ങൾ ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ ആ വ്യക്തികളെ നിരന്തരമായി പ്രോഗ്രാമുകളിൽ സൂം പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്യണം. കമ്പനിയുടെ പ്രോഗ്രാമുകൾ സിസ്റ്റത്തിലേക്ക് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യണം. ഒരു വ്യക്തിയെ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളുടെ ടീമിലുള്ള ഒരാളെ ഇനാക്റ്റീവ് ആയാലും അയാളെ തിരിച്ച് ആക്റ്റീവ് ആക്കാൻ ഫോളോ അപ്പ് ചെയ്യണം. ഏത് പ്രോഗ്രാമുകളായിട്ട് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ബ്രെയിൻ ട്രേസി പറയുന്നു ഡു ഫോളോ അപ്പ് 80% എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വ്യക്തിയെ കൊണ്ട് ഈ ബിസിനസ്സോ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രൊജക്റ്റോ നമ്മൾ സംസാരിക്കുമ്പോൾ 2% ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് വരാനുള്ള സാധ്യത. സെയിൽസിന്റെ തിയറി പറയുന്നതാണ് 2% ആളുകൾ ഫസ്റ്റ് ഫോളോ അപ്പിലാണ് കടന്നു വരിക. അപ്പൊ ഫോളോ അപ്പ് എപ്പോ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് സ്റ്റാർട്ട് 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രൊജക്റ്റോ സംസാരിച്ച് കഴിഞ്ഞ ദ നെക്സ്റ്റ് മൊമെന്റ് പ്രൊഡക്റ്റ് ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കല്ല് ചൂടായിരിക്കുന്ന സമയത്ത് ദോശ ചുടുക എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ ഒരു പോസിറ്റീവായ ഒരു മൊമെന്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിന് ഇന്ന് ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു രീതിയിലോ പൈസ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അത് ഇമ്മീഡിയറ്റ് നമ്മൾ പ്രോഗ്രാം കൊടുത്തതിന് ശേഷം ആ ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രോഗ്രാം കൊടുക്കാൻ പോകരുത്. മാക്സിമം 48 മണിക്കൂർ. 2% ആളുകൾ ഫസ്റ്റ് ഫോളോ അപ്പിൽ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ 3% ആളുകൾ സെക്കൻഡ് ഫോളോ അപ്പില്. ഇന്ന് ചെന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഫോളോ അപ്പില്. ഒരാഴ്ച കഴിഞ്ഞാണ് തേർഡ് ഫോളോ അപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഫോളോ അപ്പിലേക്ക് കിടക്കും. 1 മാസം കഴിയുമ്പോൾ അടുത്ത ഫോളോ അപ്പ് എടുക്കും. അങ്ങനെ ഫോളോ അപ്പ് ഷെഡ്യൂളുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. 80% സെയിൽസും വരുന്നത് 5th ഫോളോ അപ്പിലാണ്. മാക്സിമം ഫോളോ അപ്പ് സിസ്റ്റം പറയുന്നത് 12 ഫോളോ അപ്പ് ആണ്. 12 ഫോളോ അപ്പ് നിങ്ങൾ ഒരു വ്യക്തിയെ തയ്യാറാണെങ്കിൽ ഏതൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റും. ഇത് സെയിൽസിന്റെ പ്രൊഫഷണൽ തിയറിയാണ്. സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ 5ാമത്തെ ഫോളോ അപ്പിന് ശേഷമാണ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി ഫോളോ അപ്പിന് പോകുമ്പോൾ ആളുകൾ എന്ത് നമ്മളോട് ചോദിക്കും? ആളുകൾ നമ്മളോട് ഒബ്ജക്ഷൻസ് ചോദിക്കും. അവരുടെ ഉള്ളിൽ അവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചുമുള്ള അവരുടെ മനസ്സിലുള്ള ആശങ്കകള്, കൺസേൺസ്, അവരുടെ ഡൗട്ട്സുകള്, ഇതിനെയാണ് നമ്മൾ ഒബ്ജക്ഷൻസ് എന്ന് പറയുന്നത്. ഏത് സെയിൽസ് പ്രോസസ്സിലും ഒബ്ജക്ഷൻസ് ഉണ്ടാവും. ആ ഒബ്ജക്ഷൻസിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് സെയിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി ആർക്കൊക്കെയാണ് ഒബ്ജക്ഷൻസ് ഉണ്ടാവുക? ആരാണോ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് അവർക്കാണ് ഒബ്ജക്ഷൻസ് ഉണ്ടാവുക. ആരാണോ പ്രൊഡക്റ്റുകൾ ഷോ ചെയ്യുന്നത്, ആരാണോ ഡെമോ കാണിക്കുന്നത്, ആരാണോ പ്ലാന് പ്രസന്റ് ചെയ്യുന്നത്, ആരാണോ ബിസിനസ് മീറ്റിങ്ങുകൾ കൈകാര്യം ചെയ്യുന്നത്, ആരാണോ ഫോളോ അപ്പ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് എന്ത് നേരിടേണ്ടി വരിക? ഒബ്ജക്ഷൻസ് നേരിടേണ്ടി വരിക. ലോകത്ത് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരാൾക്കാരുണ്ട്, ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയോ? ഒരിക്കലും ശ്രമിക്കാത്ത ആളുകൾ. ശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരാജയമുള്ളൂ. അതുകൊണ്ട് ശ്രമിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒബ്ജക്ഷൻസ് നമുക്ക് നേരിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ പോവുക. ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്ഷൻ ഉണ്ടാവും, പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും, ഡെമോ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്ന സമയത്തും ഒബ്ജക്ഷൻസ് ഉണ്ടാവും. ഫോളോ അപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഒബ്ജക്ഷൻസ് ഉണ്ടാവും. ഈ ഒബ്ജക്ഷൻസ് ഞങ്ങൾ എങ്ങനെയാണ് ഒബ്ജക്ഷൻസ് സംഭവിക്കുന്നുണ്ട്? നമ്മൾ 2 രീതിയിലാണ് ഒബ്ജക്ഷൻസ് ഉണ്ടാവുക. ഒന്ന്, ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഒരു പേഴ്സണ് നിങ്ങൾ പറഞ്ഞ പ്രൊജക്റ്റിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. അയാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അവിടെ ഒബ്ജക്ഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഒബ്ജക്ഷൻ പറയും. 2, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അയാള് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ ഒബ്ജക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജോലിയാണ് അദ്ദേഹം
നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണോ, പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അപ്പോ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടാവും. ഒബ്ജക്ഷൻ ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഒരിക്കലും നിങ്ങൾ ധരിക്കേണ്ട. സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുകളെല്ലാം അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളോടൊപ്പം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യൂ എന്നുള്ള കാര്യം പറയും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്കൊരു പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒബ്ജക്ഷൻസ് പലതുമായി ബന്ധപ്പെട്ടാവും. ഒന്ന്, പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ഷൻസ് നമുക്ക് പലപ്പോഴും കേൾക്കാം. നിങ്ങളുടെ പ്രൊഡക്റ്റിന് വില കൂടുതലല്ലേ? പലപ്പോഴും നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ചില ആളുകളിൽ നിന്ന് നമുക്ക് ഒബ്ജക്ഷൻ ആണ്, വില കുറവായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടാവും. ഈ തരത്തിലുള്ള ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് വല്ല ഗുണം ഉണ്ടാവുമോ? ഈ വല്ല സപ്ലിമെന്റ്സ് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പല രീതിയിൽ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തെങ്കിലും കൊണ്ട് സൈഡ് എഫക്ട് വല്ല ഉണ്ടാവോ? ഇത് കഴിച്ചിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുമോ? ഈ പ്രോഡക്റ്റിൽ നിങ്ങൾ പറയുന്ന ഈ ടെസ്റ്റ് മോഡലുകൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? റിലേറ്റിംഗ് ഒരുപാട് ഒബ്ജക്ഷൻസ് പ്രോഡക്റ്റ് റിലേറ്റഡ് ഉണ്ടാവും. നിങ്ങളുടെ കമ്പനി നിലനിൽക്കോ? കമ്പനി പൂട്ടിപ്പോവോ? കമ്പനിക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഈ ഇൻകം പറയുന്ന ഇൻകം ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കമ്പനിയുടെ മേലില്, ലീഗാലിറ്റിയുടെ മേലില് ഒക്കെ ഒബ്ജക്ഷൻസ് ആളുകൾ ഉണ്ടാവും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടാവും. കോമ്പറ്റീഷനായി ബന്ധപ്പെട്ടുള്ള സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുമായി തട്ടിച്ചുകൊണ്ട് ഒബ്ജക്ഷൻസ് ഉണ്ടാവാം. അതുപോലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ളതും ലയബിലിറ്റിയും ലീഗലൈസേഷനെ കുറിച്ചൊക്കെ ഒബ്ജക്ഷൻസ് ഉണ്ടാവാം. ഈ 8-10 ഒബ്ജക്ഷൻസിന് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് നിങ്ങളുടെ സ്കില്ല് വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ടീമും ലീഡേഴ്സും അനുസരിച്ച് ആ ഒബ്ജക്ഷൻസിന് മറുപടി കൊടുക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത തലമായി ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫോർമുല. ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഫോർമുലയാണ് ഇന്ന് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും ഒബ്ജക്ഷൻസിന് കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുക്കാനും അവരുടെ സംശയങ്ങളും കൺസേൺസുകളും ദൂരീകരിച്ചുകൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിനും ഫിനാൻഷ്യൽ ഇഷ്യൂസിനുമുള്ള സൊല്യൂഷനാണ് ഈ ബയോട്ടോറിയം നൽകുന്നത് എന്ന് അവര് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മള് പല ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്തിട്ട് സെയിൽസ് ക്ലോസിംഗിലേക്ക് പോവാനായിട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കല്ല് ചൂടാവുമ്പോഴാണ് നമ്മൾ ദോശ ചുടേണ്ടത് എന്നതാണ്. മറിച്ച് കല്ല് ചൂടാക്കാതെ നമ്മൾ ദോശ ചുട്ടാൽ ദോശയും നന്നാവില്ല, നിങ്ങൾക്ക് മര്യാദക്ക് അത് മുന്നോട്ട് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും സെയിൽ ക്ലോസ് ചെയ്യാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് എന്ന് പറയുന്നത് സെയിൽസ് ക്ലോസിംഗ് ആണ്. ഇന്ന് ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നാണ് ഹൗ ടു സെൽ ടു എനിത്തിങ് ടു എനിബഡി. ജോർജ് റായ് ഇറങ്ങിയാണ്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കാർ സെയിൽസ് കമ്പനിയിലേക്ക്, അദ്ദേഹം ഒരു യുവാവും കഴിഞ്ഞ് അദ്ദേഹം ഒരു സീനിയർ സിറ്റിസണിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു കാർ സെയിൽസിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് വളരെ മോശമായ സമയത്ത് ഒരു ടേബിളും ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. അദ്ദേഹം കാർ സെയിൽസിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണിച്ചു. ആളുകളെ വളരെയധികം ഇമോഷണൽ ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെയധികം മിടുക്കനായിരുന്നു എന്നുള്ള ജോർജ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ് ക്ലോസിങ്ങിനെ ടെക്നിക്സുകൾ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഒരുപാട് വീഡിയോസുകൾ ആവശ്യമുണ്ട്. സെയിൽസിന്റെ ഒരു തിയറി ഉണ്ട്, കൂടുതൽ സെയിൽസ് കിട്ടണമെങ്കിൽ കൂടുതൽ ആളുകളെ കാണുക. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. അതാണ് സെയിൽസിന്റെ തിയറി. ഇവിടെ ഒരു ലോ ഓഫ് ആവറേജ് വർക്ക് ചെയ്യും. നമുക്കറിയാം, 10 വാഴ വെച്ചാൽ 10 നമുക്ക് കിട്ടിയ ചരിത്രമില്ല, 10 തെങ്ങ് വെച്ചാൽ 10 നമുക്ക് കിട്ടിയ ചരിത്രമല്ല. പ്രകൃതിക്കൊരു നിയമമുണ്ട്, അതാണ് ലോ ഓഫ് ആവറേജ്. നമ്മളൊരു 10 പേരെ അപ്രോച്ച് ചെയ്യുമ്പോൾ 5, 6, 7 വ്യക്തികള് നമ്മളോടൊപ്പം ബിസിനസ്സിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സെലക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ വ്യക്തിയുമായി കാണാൻ പോകുന്ന സമയം, അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ്, പല ഫാക്ടേഴ്സിനും ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആവറേജ് എപ്പോഴും സെയിൽസിലുണ്ട്. നമുക്കറിയാം, 1 ഡേ ക്രിക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, 50 ഓവറിലാണ് 1 ഡേ ക്രിക്കറ്റ് വരിക. 50 ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ നമുക്കറിയാം 6 ബോൾ വെച്ചിട്ട് നമുക്ക് 50 ഓവറിൽ നമുക്ക് 300 റണ്ണുണ്ടാവും. ആകെയുള്ള വിക്കറ്റിന്റെ എണ്ണം നോക്കിയാലോ 10 വിക്കറ്റാ ഉള്ളത്. ഈ 10 വിക്കറ്റ് എറിയാനായിട്ട് എന്തിനാ 300 ബോള്? എന്റെ ആവശ്യമുണ്ടോ?
വൺ ഡേ ക്രിക്കറ്റിന്റെ ലോ ഓഫ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു വിക്കറ്റ് വീഴ്ത്താൻ 30 ബോൾ. അതാണ് വൺ ഡേ ക്രിക്കറ്റിന്റെ ആളുകൾ. അപ്പൊ 30 എണ്ണം എറിഞ്ഞാലേ ഒരു വിക്കറ്റ് വീഴൂ. ഇവിടെ നമ്മൾ സെയിൽസിന് ലോ ഓഫ് ആവറേജ് ഉണ്ട്. ഒരു 10 പേരെ കണ്ടാൽ ഏറ്റവും കുറഞ്ഞ 2 പേര് അല്ലെങ്കിൽ 4 പേര് നമ്മളോടൊപ്പം ബിസിനസ് ജോയിൻ ചെയ്യും. ആ 4 പേര് നമ്മൾ പ്രതീക്ഷിച്ച് മതി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സെയിൽസിന് ലോ ഓഫ് ആവറേജ് ഉണ്ട്. റിജക്ഷൻസ് ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബിസിനസ്സുമായി പ്ലാൻ പ്രസന്റ് ചെയ്തു, പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്തു, നമ്മൾ 100% ആളുകൾ നമ്മളോട് യെസ് പറയുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ റിജക്ഷൻസ് ഉണ്ടാവും. റിജക്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം അത് നമ്മുടെ വ്യക്തിപരമായ റിജക്ഷൻസ് അല്ല. ഇറ്റ് ഇസ് എ ബിസിനസ് റിജക്ഷൻ. നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റോ നിങ്ങൾ പറഞ്ഞ പ്രൊജക്റ്റോ അദ്ദേഹത്തിന് തൽക്കാലം ഇഷ്ടപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രയോറിറ്റിയിൽ ഇപ്പൊ അതില്ല എന്നർത്ഥം. നമ്മൾ റീഫോളോ അപ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാം. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്താൽ ഇന്ന് കാണുന്ന പല റിജക്ഷൻസും നോ യെസ് ആയിട്ട് മാറും. അപ്പൊ റിജക്ഷൻസ് ആർ പാർട്ട് ഓഫ് ബിസിനസ്. ആ റിജക്ഷൻസ് ഉണ്ടാകുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. റിജക്ഷൻസ് വളരെ കോമൺ ആണ് സെയിൽസിന് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കസ്റ്റമർ യെസ് പറയുന്ന സിഗ്നൽസുകൾ നമ്മൾ റീഡ് ചെയ്യാൻ പഠിക്കണം. അതിനെ പറയുന്നതാണ് ബൈയിങ് സിംറ്റംസ് എന്ന് പറയും. അദ്ദേഹം സെയിൽസിന് വേണ്ടി റെഡിയാവുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ നിങ്ങൾ ആദ്യം സംസാരിച്ചപ്പോ നിങ്ങളുടെ സംസാരം കേട്ട് അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ലാതെ ഇരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ബിസിനസ്സും പ്രൊഡക്റ്റും പ്ലാനും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യം വരികയും ആവേശത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബൈയിങ് സിംറ്റംസിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സെയിൽ ക്ലോസിംഗിലേക്ക് കടക്കാൻ പറ്റും. ബ്രൂസിലുള്ള വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് ലിസ്റ്റ് മേക്കിംഗ് ആൻഡ് സെലക്ഷൻ, അതുപോലെ കോണ്ടാക്ടിങ് ആൻഡ് ഇൻവൈറ്റിംഗ്, ഷോ ദ ഡെമോ ആൻഡ് ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ്, നിരന്തരമായ പ്രാക്ടീസിലൂടെ മെച്ചപ്പെടുത്തി നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ബ്രൂസിലിയുടെ വാക്കുകളിൽ ഒരു കിക്ക് അറിയുന്ന യോദ്ധാവിന് എനിക്ക് ഭയമില്ല, മറിച്ച് 10,000-കണക്കിന് ക്ലിക്കുകൾ അറിയുന്ന ഒരു യോദ്ധാവിന് എനിക്ക് ഭയമില്ല, മറിച്ച് ഒരു കിക്ക് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത യോദ്ധാവിനെ എനിക്ക് ഭയമാണ് എന്നാണ് ബ്രൂസ്ലി പറഞ്ഞത്. അപ്പോ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫീൽഡിലൂടെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്തി നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ബിസിനസ്സിലെ ഒരു നേട്ടങ്ങളിലേക്കുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. വിജയത്തിന്റെ പ്രധാനപ്പെട്ട 3 ചേരുവകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന്, ഒരു മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ അറിവ് വേണം. നിങ്ങൾ നിങ്ങൾക്ക് അറിവ് വേണ്ട. നിങ്ങൾ ഏത് മേഖലയിലാണോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലുള്ള അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അറിവ് നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും എന്നുള്ളതാണ്. 2, ആ മേഖലയിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം സ്കില്ലുകളുടെ കാലഘട്ടമാണ്. ഇൻവിറ്റേഷൻ സ്കില്ലാണ്, ഫോളോ അപ്പ് സ്കില്ലാണ്, ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന സ്കില്ലാണ്, സെയിൽ ക്ലോസ് ചെയ്യുന്ന സ്കില്ലാണ്, വൺ ടു വൺ പ്രസന്റേഷൻ സ്കില്ലാണ്, ഗ്രൂപ്പ് പ്രസന്റേഷൻ സ്കില്ലാണ്. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഈ മേഖലക്ക് ഏറ്റവും അനുയോജ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നെഗോഷിയേഷൻ സ്കില്ല്, മാനേജ്മെന്റ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ലുകൾ, അത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പാർട്ട് ഈസ് ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ മനോഭാവമാണ്. പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ഡെവലപ്പ് ചെയ്യുക. പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ചേർന്ന് പോസിറ്റീവായ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് നിൽക്കുക. പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങളും വീഡിയോസുകളും ഒക്കെ നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അച്ചീവർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു വ്യക്തി ഡയറക്ട് സെല്ലിംഗ് വിജയിക്കുന്നത് വ്യക്തിപരമായ ഒരു കഴിവല്ല. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എത്ര മിടുക്കനായാലും ഇതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് പീപ്പിൾസ് ബിസിനസ്, ആളുകളെ ചേർത്ത് നിർത്തുന്ന, ആളുകളുമായിട്ട് ഇടപെടുന്ന, ആളുകളുമായി ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിങ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരുമായി ചേർന്ന് നിൽക്കണം. ഇവിടെ ഒരു വ്യക്തി അച്ചീവർ ആവുന്നത് ഇതൊരു ടെക്നോളജി ഡ്രിവൺ ബിസിനസ് ആയതുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അതിൽ ഇന്റർനെറ്റ് എന്ന ടെക്നോളജി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ബാക്ക് ഓഫീസ് കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. BioMagneticMattresses.com കയറി ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ
ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങളുടെ കമ്പനിയുടെ ബാക്ക് ഓഫീസിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് സെന്റർ ഷോപ്പാണ്, ബാക്ക് ഓഫീസാണ്, ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അത് ടെക്നോളജി ലെവൽ ബിസിനസ് ആവുകയാണ്. നിങ്ങളൊരു വ്യക്തി ഗുജറാത്തിലായിക്കോട്ടെ, വേറൊരു വ്യക്തി അഹമ്മദാബാദിലായിക്കോട്ടെ, വേറൊരു വ്യക്തി ഹൈദരാബാദിലായിക്കോട്ടെ, എവിടെ ഇരുന്നാലും അദ്ദേഹം നിങ്ങളുമായി കണക്ട് ചെയ്യുകയും അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടേൺ ഓവർ നിങ്ങളുടെ ടീമിന്റെ ടേൺ ഓവറായി മാറുന്നത് ഇത് ടെക്നോളജി ബിസിനസ് ആയതുകൊണ്ടാണ്. ഇത് 145 കോടി ആളുകളെ ടെക്നോളജി ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഈ കാലഘട്ടത്തില് നിങ്ങളുടെ ബിസിനസ് ഇന്റർനെറ്റും കമ്മ്യൂണിറ്റിയും കമ്പ്യൂട്ടറുമായി കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി കണക്റ്റഡ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. അപ്പൊ ഒരു വ്യക്തി ഈ മേഖല അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ടെക്നോളജി ബേസ്ഡ് ബിസിനസ് ആണ്. രണ്ടാമത്തത് ഈ ബിസിനസ്സിൽ ടീം വർക്കാണ്. ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റില്ല. ടീം വർക്കിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ചൂലാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു ഈർക്കിലാണെങ്കിൽ ഓടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ടുഗദർ എവരിവൺ അച്ചീവ് മോർ. നിങ്ങൾ ഒറ്റയ്ക്ക് വിജയിക്കുന്ന ഒരു സ്ഥലമല്ല ഡയറക്ട് സെല്ലിങ്, മറിച്ച് ഒരു ടീമായിട്ട് വിജയിക്കുന്ന ഒരു സ്ഥലമാണ് ഡയറക്ട് സെല്ലിങ്. സോ ടീം വർക്ക് പഠിക്കണം. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ, നിങ്ങൾ ഒരു ക്രിക്കറ്റിന്റെ ഒരു ടീം നിങ്ങൾ എടുത്താൽ ആ ടീമിൽ ബാറ്റ്സ്മാൻ ഉണ്ടാവും, ബോളർ ഉണ്ടാവും, ഫീൽഡേഴ്സ് ഉണ്ടാവും, കീപ്പർ ഉണ്ടാവും, ഓരോ മിഡ്ഫീൽഡ് കീപ്പ് ചെയ്യുന്ന ആളുകളാവും. ഒരു ഫുട്ബോൾ ടീമിനെ നിങ്ങൾ എടുത്താൽ മനസ്സിലാവും, അവിടെ ഗോളി ഉണ്ടാവും, അതുപോലെ ഫോർവേഡ് ഉണ്ടാവും, ബാക്ക്വേർഡ് ഉണ്ടാവും. ഓരോ പൊസിഷൻസ് അനുസരിച്ച് അവരുടേതായ സ്ഥലങ്ങളിൽ അവര് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കളിക്കുക എന്ന് പറയുന്നത് പോലെ ഡയറക്ട് സെല്ലിങ്ങില് നിങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പറായി സെലക്ഷൻ നടത്തണം. അതിന് നിങ്ങളുടെ ടീമിന് പല രീതിയിലുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടാവും, നല്ല പ്രസന്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, നല്ല ട്രെയിനിങ് ചെയ്യുന്ന ആളുകളുണ്ടാവും, നല്ല പ്രൊഡക്റ്റുകൾ പിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇതിലെല്ലാം കൂട്ടായി ഒരു ടീമിന്റെ പവറായി കൊണ്ടുവരുമ്പോഴാണ് ടീം വർക്ക് എഫക്റ്റീവ് ആവുക. ലാസ്റ്റ് പാർട്ട് ഈസ് സിസ്റ്റം. വിജയത്തിന് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സിസ്റ്റമാണ്. ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്ന ഡയറക്ട് സെല്ലിംഗിൽ സിസ്റ്റം നോളജ് ആണ്. അപ്പൊ ഈ ടെസ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷനും നോളജും ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. സോ സിസ്റ്റത്തെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് ആവശ്യമാണ്. സിസ്റ്റത്തിലൂടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ അച്ചീവർ ആയിട്ട് മാറാം. സിസ്റ്റം വിൽ ലിഫ്റ്റ് യു. ആദ്യം നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യുക, പിന്നെ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. സിസ്റ്റം നോളജ് കൂട്ടാം. സിസ്റ്റം നോളജ് കൂട്ടുക. സിസ്റ്റത്തിൽ നിങ്ങൾ നിങ്ങളുടെ ടീമും വർക്ക് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ഡ്യൂപ്ലിക്കേഷൻ നടക്കുക. ഡ്യൂപ്ലിക്കേഷൻ പ്രോപ്പർ ആയാൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഡ്യൂപ്ലിക്കേഷൻ പ്രോപ്പർ ആയില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് പകരം അഡീഷൻ നടക്കും. ഈ ബിസിനസ് ഡ്യൂപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും കൊടുക്കേണ്ട ഒരു ബിസിനസ് ആണെങ്കിൽ സിസ്റ്റം നോളജ് നിങ്ങൾ നിങ്ങളുടെ ടീമും ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. ടീം വർക്ക് ടുഗദർ എവരിവൺ അച്ചീവ് മോർ. ഒറ്റയ്ക്ക് നമുക്ക് ഇവിടെ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്കിവിടെ അച്ചീവർ ആക്കാൻ പറ്റുള്ളൂ. ആൻഡ് ടീം വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ടീം വർക്കാണ് വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം എന്നുള്ളത്. അതുകൊണ്ട് ആളുകളുമായി സഹകരിച്ചുകൊണ്ട് ടീം വർക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടീം വർക്ക്. കമ്മിങ് ടുഗദർ ഈസ് ദി ബിഗിനിങ്. നമ്മൾ ഒന്നിച്ചു വരുന്നത് ഒരു തുടക്കമാണ്. കീപ്പിംഗ് ടുഗദർ ഈസ് ദി പ്രോഗ്രസ്. നമ്മൾ ഒരുമിച്ച് കൂടുന്നത് പുരോഗതിയുടെ ആദ്യത്തെ പാതയാണ്. ആൻഡ് വിന്നിങ് ടുഗദർ ഈസ് ദി റിയൽ സക്സസ്. നമ്മൾ ഒരുമിച്ച് വിജയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയം ഉണ്ടാവുക. സോ ടീം വർക്ക് ചെയ്യാനും ടീം വർക്ക് പഠിപ്പിക്കാനും ടീം വർക്കിലൂടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. സിസ്റ്റം ഈസ് ദി കീ. ഞാൻ പറഞ്ഞു, ഈ സിസ്റ്റത്തെ കുറിച്ചുള്ള നോളജ് നമുക്ക് പലപ്പോഴും ഉണ്ടാവണം. സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തിക്കുക. കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളും. സക്സസ്ഫുൾ ലീഡേഴ്സ് എല്ലാം സിസ്റ്റത്തിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് അവർക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റിയത്. സോ പവർ ഓഫ് ദി സിസ്റ്റം നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് സക്സസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സക്സസ് എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല. സക്സസ് എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല. സക്സസ് ക്യാൻ ബി ഡിലേഡ്. വിജയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താമസിക്കാം. പക്ഷെ വിജയം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവാം. പക്ഷെ ഒരിക്കലും വിജയം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കെല്ലാം ഈശ്വരൻ തന്നിട്ടുള്ളത് ഒരേ കഴിവുകളാണ്. ഒരു മനുഷ്യന്റെ ജന്മം എടുത്ത് പരിശോധിച്ചാൽ ഒരു മനുഷ്യന്റെ ജന്മത്തിലൂടെ അദ്ദേഹം പുരുഷനായും സ്ത്രീയായും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം, പുരുഷ ബീജം
ഒരു സ്ത്രീയുടെ അണ്ടവുമായി സംയോജിച്ച് ഒരു സ്ത്രീയായോ പുരുഷനായിട്ടോ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ജന്മം കൊണ്ട് തന്നെ അവൻ ജന്മനാ വിജയിയായ ഒരു വ്യക്തിയാണ്. പക്ഷെ അവന്റെ ചുറ്റുപാടുകൾ, ജീവിത സാഹചര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം, അവൻ ജനിച്ച സാഹചര്യങ്ങൾ, ജനിച്ച നാട്, അതിന്റെ വിദ്യാഭ്യാസം, ഇതൊക്കെ പല കാര്യങ്ങളിലൂടെ അവന് ഇന്ന് വിജയത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് വിജയിക്കാൻ, സ്ഥിരോത്സാഹത്തോടുകൂടി അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ ഈ ഇൻഡസ്ട്രി നിങ്ങളെ സഹായിക്കും. വിജയവും ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. സക്സസ് എന്നുള്ള വാക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും, there is no success without you. നിങ്ങളുടെ സക്സസില് SUCCESS എന്നുള്ള സ്പെല്ലിങ്ങില് ഒരു യു ഉണ്ട്. നിങ്ങളുടെ വിജയം നിങ്ങളില്ലാതെ ഇല്ല. ഫെയിലിയർ എന്നൊരു വാക്കെടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, FAILURE. there is no failure without you. അതിലും ഒരു യു ഉണ്ട്. നിങ്ങൾ സക്സസിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ nobody can defeat you. നിങ്ങളൊരു തീരുമാനം, ഞാൻ വിജയിക്കും എന്നുള്ളത് ഉറച്ച തീരുമാനം എടുത്താൽ നിങ്ങളെ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും നിങ്ങളെ വിജയത്തിൽ നിങ്ങൾക്ക് ഡെനി ചെയ്യിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഏറ്റെടുത്തോണ്ട് ഈ ബിസിനസ് നെഞ്ചിലേറ്റി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ അച്ചീവേഴ്സാക്കി മാറ്റിക്കൊണ്ട് വലിയ വിജയങ്ങൾ 2030 ഈ മേഖലയിൽ ഇന്ത്യൻ ജനസംഖ്യ 1% ആളുകളെ കടന്നു വരുമ്പോ അക്കൂട്ടത്തിൽ ഒരു വിജയിയായി, ഒരു കോടീശ്വരനായി, ഒരു സക്സസ്ഫുൾ എന്റർപ്രണറായി നിങ്ങളും ഉണ്ടാവട്ടെ. അതിനെ ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. വിഷു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇ ബയോ. താങ്ക് യു വിനോദ് സാറേ. നമുക്ക് ഇന്ന് രാവിലെയുള്ള ഒരു സെഷൻ എല്ലാവർക്കും ഒരു എനർജി ബൂസ്റ്റ് കഴിച്ചതിനുള്ള ഒരു എക്സ്ട്രാ എനർജിയും കൂടി ആയിട്ടുണ്ട്. കാരണം ഇന്ന് അത്രത്തോളം നോളജാണ് നമുക്ക് എല്ലാവർക്കും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള വിനോദ് സാറ് തന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സാറ് പറഞ്ഞു, നമ്മളൊരു സിസ്റ്റത്തിൽ നിൽക്കുക, ഒരു ഈർക്കിളിയായിട്ട് നിൽക്കാതെ ഒരു ചൂലായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തകർക്കാനായിട്ട് ഒരു ശക്തിക്കും സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ഡ്രസ് കോഡ് കറക്റ്റ് ആക്കുക, നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുക, സീ മോർ പീപ്പിൾ, ഒബ്ജക്ഷൻസ് കേൾക്കുക, നമ്മൾ ബിസിനസ് ക്ലോസിങ് A to Z ഒരു ബിസിനസ് ക്ലോസിങ്ങിന് വേണ്ട എല്ലാ നോളജും വിനോദ് സാറ് നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും ഫീൽഡിലോട്ട് ഇറങ്ങാവുന്നതാണ്. ഇത്രയും അറിവുകൾ പകർന്നു തന്ന വിനോദ് സാറിന് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ക്ലാപ്പ്, ഒരു പൂച്ചെണ്ടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളത് നിങ്ങൾ സമർപ്പിക്കുക. ഇപ്പൊ എന്തായാലും നമ്മളുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് വിനോദ് സാറിനോട് ഞാൻ എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ കമ്പനിയുടെ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നു. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഇന്നലെ നിങ്ങൾക്ക് എല്ലാവരെയും ഗ്രൂപ്പിൽ കൂടി മനോജ് സാറ് തന്നിട്ടുണ്ടാവും. അതിനെപ്പറ്റി വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗ്രേറ്റ് ലീഡറും ട്രെയിനറും ആയിട്ടുള്ള മിനീഷ് സാറ് നമുക്ക് ഈ ടൈമിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വിനോദ് സാർ, മിനീഷ് സാറിനെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് സാർ. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ പ്രിയങ്കരനായ വിനോദ് സാറിനുള്ള ഡിജിറ്റൽ ക്ലാപ്പ് ഇപ്പൊ ഇതിൽ കണ്ട ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം പ്രകടിപ്പിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാനിത് ഓണാക്കി ആ സമയം മുതൽ എൻഡ് ചെയ്യുന്ന സമയം വരെ എനിക്ക് തോന്നുന്നത് എന്നെ പോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇരുന്നിട്ടുണ്ടാവും. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അത്രയും ജാഗ്രതയോടുകൂടി ഒരു ആൾക്കാരെ പിടിച്ച് ഇരുത്തുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കഴിവാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ഒക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് നമ്മള് ഈ ബിസിനസ്സിലേക്ക് വന്ന് ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഓർമ്മിപ്പിക്കലായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. വീണ്ടും കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്ന്. നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയത് എങ്കിൽ ഒരു എസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ എന്നോട് പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം നമ്മള് ഒരു സ്ലോ അച്ചീവ്മെന്റിലാണ് പോകുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യങ്ങള് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. അതൊന്ന് ഫോളോ ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാണെങ്കിൽ കേരള ബയോടൂറിംഗ് എന്താ പറയാ, മറ്റുള്ള കമ്പനികൾക്ക്, മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലീഡേഴ്സിനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോ ഇന്നത്തെ സെഷൻ അതിഗംഭീരമായി കൈകാര്യം ചെയ്ത വിനോദ് സാറിനുള്ള നമ്മുടെ നന്ദി അറിയിക്കുകയാണ്.
എന്നോട് ഇന്നിവിടെ സംസാരിക്കാൻ സൂചിപ്പിച്ച യുവൻ സാർ സംസാരിക്കാൻ സൂചിപ്പിച്ചത് നമുക്ക് ഓൾറെഡി പഴയ ക്യാരി ഫോർവേഡ് PV ഉള്ള ആളുകൾക്ക് പവർ സൈഡ് ഓൾറെഡി ഒരു 10,000 PV പവർ സൈഡ് ഉണ്ട്. ഇപ്പം ഭഗത് സാറിന്റെ പവറിൽ 10,000 PV ഉണ്ട്. ഭഗത് സാറിന്റെ മണി സൈഡിൽ ഒരു 400 PV സെയിൽ വന്നു. ആ സെയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ മണി സൈഡിൽ വന്ന 400 PV പവർ സൈഡിലുള്ള 10,000 PV 400 മാച്ച് ചെയ്യും. ആ 400-ന് 8 രൂപ 80 പൈസ നിരക്കാണ് നമുക്ക് നിലവ് കിട്ടുന്നത്. അപ്പൊ ആ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക ഓൾറെഡി. പക്ഷെ കമ്പനി MD എന്ത് ചെയ്ത് നമ്മളോട് മനോജ് സാർ വളരെ വ്യക്തമായി 2 ദിവസം മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ PV മാച്ച് ചെയ്യുന്നത് വേണമെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് PV അവിടെ വരുന്ന സമയത്ത് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് ഒരു PVക്ക് 40 രൂപ. അപ്പൊ 400 PV സെയിൽ അല്ലെങ്കിൽ 200 PV സെയിൽ നമ്മുടെ പവർ സൈഡിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? മാച്ച് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം? അവിടെയുള്ള ആ പവർ ക്യാരി ഫോർവേഡ് നിൽക്കുന്ന PV നമ്മൾ ഡിലീറ്റ് ചെയ്യണം, 0 ആക്കണം. അപ്പൊ എത്ര 4 ഇരട്ടി കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും. അപ്പൊ അത് ഓപ്ഷൻ നമ്മുടെ ഓരോ ആളുടെ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 17ാമത്തെ മെനു അത് L എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം? 0 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സബ്മിറ്റ് കൊടുത്താൽ അതെന്ത് ചെയ്യും? ക്ലിയർ ആവും. ഇതിൽ പലർക്കും ട്രാൻസാക്ഷൻ പാസ്വേഡ് ഓർമ്മ ഉണ്ടാവില്ല, പണ്ട് അടിച്ചതായിരിക്കും, പിന്നെ എവിടെയോ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ മുന്നേ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ലോഗിൻ ചെയ്യുന്ന പേജിന്റെ താഴെ ഫോർഗെറ്റ് യുവർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ എന്ത് ചെയ്യുക? അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ID നമ്പർ ടൈപ്പ് ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യും? ആ പാസ്വേഡും ഡീറ്റെയിൽസ് ഒക്കെ വരും. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഇത് പറയുന്ന സമയത്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഓർമ്മയില്ലാത്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ലാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യുക? അപ്ലൈ ലീഡറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങളുടെ ID-യുടെ 3ാമത്തെ മെനുവിൽ Gയിൽ പോയി കഴിഞ്ഞാൽ KYC അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. 236 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ രണ്ടാമത്തെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്ന വെച്ചാൽ നമ്മൾ പലരും ഒരു 6 അക്ക നമ്പർ ആയിരിക്കും ഓൾറെഡി ട്രാൻസാക്ഷൻ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ചില ആളുകൾ ചിലപ്പം 6 അക്കത്ത് കൂടുതലുള്ളതോ അല്ലെങ്കിൽ എന്താ പറയാ ABC 1234 എന്നോ KBC 1234 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റ് കൂടുതലുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അവിടെ എന്ത് ചെയ്യുന്നില്ല, നിലവിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കും. അപ്പോൾ ആദ്യം ട്രാൻസാക്ഷൻ പാസ്വേഡ് ID കയറി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അതിന് വീഡിയോ ഓൾറെഡി ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. വളരെ സിമ്പിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ ഷെയർ ചെയ്യാം. സാറേ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ, കാണുന്നുണ്ട്. ഓക്കെ, നമ്മള് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാരി ഫോർവേഡ് PV കാണൂല. കണ്ടീഷണൽ മാച്ചിങ് ആൻഡ് ബാലൻസിങ് ക്വാളിഫൈഡ് MPV ക്യാരി ഫോർവേഡ് ഇവിടെ ഇങ്ങനെ ജീനിയസിലെ വിന്നറിലുണ്ടാവും. അപ്പൊ ഇത് വാഷ് ഔട്ട് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെനു ക്ലിക്ക് ചെയ്യുക, 17ാമത്തെ മെനു L ക്ലിക്ക് ചെയ്യുക, റിമൂവൽ ഓഫ് ഓൾഡ് ക്യാരി ഫോർവേഡ് PV. ഇവിടെ ഓൾറെഡി ID ഡീറ്റെയിൽസ് വരും. സ്വന്തം ID കേട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഇൻഡിവിജ്വൽ ആണ്, ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. നിങ്ങൾ സ്വമേധയാ സ്വന്തം എന്താ പറയാ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സ്വന്തം ID തന്നെ ചെയ്യുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടത്. ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻസ് കണ്ട I ഹാവ് റീഡ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് വരും. നമ്മൾ ഈ കണ്ടീഷൻ ഒക്കെ വായിച്ചു എന്നുള്ളത്. I അണ്ടർസ്റ്റാൻഡ്. പഴയ PV 850 ആണെന്ന് പുതിയ PV 40 ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ PV വാഷ് ഔട്ട് ചെയ്യാൻ എന്താണ് സന്നദ്ധനാണ് എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഇങ്ങനെ ഒരു സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഗ്രി എന്നുള്ള ബട്ടൺ വരും. ആ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു ഓപ്ഷൻ അവിടെ അറിയിട്ടുണ്ടാവും.
ക്ലിയർ ആണല്ലോ ഉടമ്പൽ മാഡം? ഓക്കെ സാറേ. ഇപ്പോ തിരിച്ച് ഇതിലേക്ക് സമയം സാറേ പിക്ചർ തരുന്നില്ലേ എന്ത് സ്ക്രീനില്? സാർ കാണിക്കുന്നുണ്ടോ? സൈറ്റ് കാണിക്കുന്നുണ്ടോ? അല്ല, ഓൾറെഡി ആ വീഡിയോ കണ്ടില്ലേ? ഓക്കെ ഓക്കെ, അത് കണ്ടു. അത്ര സിമ്പിൾ ആണ്. വീഡിയോ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, KBCന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതില് മിനിസാർ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്ത് പറയാനുള്ളത്, ഇതിന്റെ ഒരു അമേസിംഗ് റിസൾട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ അത് ഓപ്ഷണലും ആണ്, ഒരു നിർബന്ധ ബുദ്ധിയുള്ള കേസല്ല. ചിലർക്കുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നാം, ദൈവമേ ഞാൻ ഇത്ര നാളും പണിയെടുത്ത എന്റെ PV കാരിഫറോടെ കിടക്കുന്നത് അത് നഷ്ടപ്പെടുത്തണമല്ലോ എന്ന്. പക്ഷെ അത് രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്നിനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് വരുമാനം നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്തിയാൽ പോലും നമുക്കൊരു ടൈം കഴിഞ്ഞ് കമ്പനിയുടെ ആവശ്യപ്പെട്ടാൽ കമ്പനിയെ തിരിച്ചു തരാൻ തയ്യാറാണ്. അത് നമ്മുടെ കമ്പനിയുടെ MD നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയാണ് അത്. കാരണം സാധാരണ ഒരു കമ്പനിയുടെ MDയും ഇതേ രീതിയിൽ ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പ്രൗഡായി മാറുന്നത് നമ്മുടെ MDയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. കാരണം ഇന്നിപ്പോ ആ PV നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് 8 രൂപ 80 പൈസ കിട്ടേണ്ട സ്ഥലത്താണ് എത്രയോ ഇരട്ടി 4000 രൂപ കമ്പനി നമുക്ക് തരാൻ തയ്യാറാവുന്നത്. കമ്പനിക്ക് അത് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. കാരണം കമ്പനിക്ക് അവിടെ കിട്ടാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയാണ് ലാഭം കിട്ടുന്നത്. പക്ഷെ അത് കമ്പനി എടുക്കാതെ നമ്മളിലേക്ക് തരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വശം കൃത്യമായിട്ട് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. നമ്മൾ ഇത്ര നാളും ബിസിനസ് ചെയ്തിട്ട് അതിനെ 0 ആക്കി മാറ്റുന്നത് കമ്പനിക്ക് ലാഭമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിലല്ല, നമ്മൾ പുറത്തു നിൽക്കുന്നവര്. പക്ഷെ ഇതിന്റെ പോസിറ്റീവ് ആയ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് 0 ആക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം ഫുൾഫില്ല് ചെയ്യാൻ ഇതിന്റെ നെക്സ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഒരു വശം. അപ്പൊ എല്ലാവരും ഒന്നുകൂടി ഒന്ന് പഠിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ MC. എന്തായാലും മിനീഷ് സാറ് ഇപ്പൊ കാണിച്ച ആ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കൊണ്ട് ചിലപ്പോ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ആരും ഇപ്പൊ തന്നെ റിസ്ക് എടുക്കണ്ട. അതായത് ലീഡേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവര് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കമ്പനി ഇത്രയും നല്ലൊരു അവസരം തന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. വിനോദ് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിലും ഈ സ്മാർട്ട് ഫോണും ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇത് വീണ്ടും നമുക്ക് ഈ ഒരു ക്യാരി ഫോർവേഡ് കമ്പനിക്ക് റിക്വസ്റ്റ് അയച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനായിട്ടും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന PV മാച്ചിങ്ങിൽ വലിയൊരു എമൗണ്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതാത് ലീഡേഴ്സ് ആയിട്ട് എല്ലാരും കോണ്ടാക്ട് ചെയ്യുക. മിനീഷ് സാറും ഇവിടെ ഡാനി സാറ്, യൂനസ് സാറ്, അബി സാറ്, മനോജ് സാറ്, എല്ലാ ലീഡേഴ്സും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പൊ ഇന്ന് എന്തുകൊണ്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ മനോഹരമാക്കാനായിട്ട് നമ്മൾ എല്ലാവരും സഹകരിക്കുകയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.